നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. താൻ എന്റെ നല്ല സുഹൃത്തല്ലേ? താൻ ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ വന്നപ്പോ എന്നെ സ്വീകരിച്ചത് അവനാ. നിത്യയും മുത്തശ്ശിയും അവന്റെ വരവ് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. ഈ വീട്ടിലിപ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും അവന്റെ മുഖം. എനിക്ക് പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? താൻ ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. താൻ റെസ്റ്റ് എടുക്ക്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. എന്താ ഇവിടെ നടക്കുന്നത്? എന്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ? എന്നിട്ടും അതോ എന്റെ വാക്കിന് ഈ വീട്ടിൽ ഇത്ര വിലയുള്ളോ? അച്ഛന് പൂർണ്ണ സമ്മതം ഉണ്ടായിട്ടില്ല. മോക്ക് എന്ന വാക്ക് പാലിക്കണമെന്ന് തന്നെയായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പക്ഷെ നിത്യ അവള് വല്ലാതെ വാശി പിടിച്ചു. ശരത്തിനെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ചത്തുകളയെന്ന് പറഞ്ഞു. ഞാനൊരു അച്ഛനല്ലേ മോളെ, അവിടെ നിർബന്ധത്തിന് വീണുപോയതാ. തൽക്കാലത്തേക്ക് മോള് ക്ഷമിക്കേ. 2 മാസം കഴിഞ്ഞ് മാറിക്കോളൂ. ഇത് നിങ്ങളുടെ വീടാ. നിങ്ങൾക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാം. മരുമകളുടെ വാക്കിനേക്കാൾ സ്വന്തം മോളുടെ വാക്കിന് വില കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഏതൊരച്ഛനും അതേ ചെയ്യൂ. അച്ഛനെ ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് അച്ഛനൊന്ന് ചിന്തിച്ചു നോക്ക്. അവൻ ഇവിടെ താമസിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അച്ഛന് നല്ലതുപോലെ അറിയാം. ഇപ്പൊ അവന്റെ മുന്നിൽ ഞാൻ തോറ്റു. അല്ല, എല്ലാരും കൂടി എന്നെ തോൽപ്പിച്ചു. ഇനി എനിക്ക് എങ്ങനെ തല ഉയർത്തി ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റും അച്ഛാ? അവന്റെ മുൻപില് എന്റെ വാക്കിന് വിലയില്ലാതായില്ലേ? അവിടെ വിഷമം അച്ഛന് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ മോക്ക് ഉറപ്പ് തരാം. മോക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല. അച്ഛൻ അതിന് സമ്മതിക്കത്തുമില്ല. കഴുത്തിന് കത്തി വെച്ചിട്ട് വേദനിപ്പിക്കാതെ കൊന്നോളാം എന്ന് പറയുന്ന പോലെ ഉണ്ട് അച്ഛൻ. പറ്റിപ്പോയി മോളെ. ഒരു 2 മാസം അതുവരത്തേക്ക് ഒന്ന് ക്ഷമിക്കേ. അച്ഛൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. അച്ഛൻ അവനെ അറിയഞ്ഞിട്ട്. അച്ഛനെന്നല്ല, അവനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിത്യയ്ക്ക് പോലും അവനിതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് ഉറപ്പാ, അവൻ ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോവില്ല. എല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാ അവനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആശുപത്രിയിലായ തക്കം നോക്കി അവൻ ഇങ്ങോട്ട് വരില്ലല്ലോ. ബുദ്ധിമാനാ അവൻ. അച്ഛന്റെ മോളെ മുൻനിർത്തി അവൻ അച്ഛനോട് വില പേശി. അവൻ ജയിച്ചു. ഒന്ന് ഞാൻ പറയാ അച്ഛ, അവൻ കാരണം നമ്മളെല്ലാരും ദുഃഖിക്കേണ്ടി വരും. ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അച്ഛന്റെ മോള് വിചാരിച്ചിരിക്കുന്നത് അവനെ കല്യാണം കഴിച്ച ജീവിതം സുരക്ഷിതമായിന്ന്. ഒരിക്കലുമില്ല. അവളുടെ സന്തോഷം എല്ലാം അവൾക്ക് നഷ്ടപ്പെടും. ജീവിതം പോലും ഇല്ലാതാവും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. അച്ഛന്റെ മകന്റെ വിധവയാ ഞാൻ. എന്നാലും എനിക്ക് നിങ്ങള് അച്ഛനും അമ്മയും തന്നെയാ. നിത്യ എന്റെ കൂടെപ്പിറപ്പാ. അവൾക്കൊരു സങ്കടം വരുന്നത് എനിക്ക് സഹിക്കില്ല. അതിനുവേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും.
അളിയാ ഞാനിങ്ങ എത്തി. കോഴിക്കോടിനടുത്ത് കുറുക്കന്റെ താമസം എന്നൊക്കെ പറയാം. ഞാനിപ്പോ വിളിക്കാവേ. അച്ഛനോ? അച്ഛനിപ്പോ വന്നേ ഉള്ളൂ. എന്തായാലും അച്ഛൻ എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചത് വലിയ ഉപകാരമായി. ശരത്തേക്ക് വന്നേ. എന്താ അച്ഛാ? അല്ല, ഞാനൊരു കാര്യം പറഞ്ഞ ശരത്ത് തെറ്റിദ്ധരിക്കരുത്. ഇല്ലച്ചാ, പറയേ. ദേവികയുടെ സമ്മതമില്ലാതെയാ ശരത്തിനെ ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിച്ചെന്നറിയാം. ദേവിക്ക് നാളെ ശരത്തിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അയ്യോ, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അത്ര ഒരാളാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛനൊന്നും പേടിക്കണ്ട. ഞാൻ കാരണം ആർക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സത്യം. സുധിസാറിന്റെ കുടുംബത്തോട് എനിക്കുള്ള ഉത്തരവാദിത്തം എനിക്കറിയാം. എനിക്കത് കേട്ടാ മതി ശരത്തെ. അച്ഛാ, അത് പിന്നെ എന്താ ശരത്തെ? എന്റെ നിത്യയുടെയും കാര്യം. എന്തു കാര്യം? ഞങ്ങളുടെ വിവാഹക്കാര്യം. സുധിസാറിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാ. വരട്ടെ ശരത്തെ, സമയമുണ്ടല്ലോ. അല്ലച്ചാ, ജാതകപ്രകാരം 29 വയസ്സിനുള്ളിൽ എന്റെ കല്യാണം നടക്കണം. അല്ലെങ്കിൽ 35 കഴിയും. ഞാനെന്തായാലും പാർവതിയോടും കൂടെ ഒന്ന് ആലോചിക്കട്ടെ. എന്തായാലും കല്യാണക്കാരുമല്ലേ, സ്വിച്ചിട്ട പോലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് മതി അച്ഛാ. ഈ കുടുംബത്തിന്റെ സ്നേഹം എനിക്ക് അത്ര വിലപ്പെട്ടതാ. പുളിശരത്തെ ട്രാക്ക് മാറ്റ്. കുളിക്കാൻ പോയിരിക്കും അല്ലേ? അല്ല, ഷോപ്പിങ്ങിന് പോവാ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു മാറുന്നുണ്ട്. നല്ല കാച്ചെണ്ണയുടെ മണം. ഏതെണ്ണ ഉപയോഗിക്കുന്നത്? ക്രൂഡ് ഓയിൽ. ഓ, കാച്ചെണ്ണയുടെ മണമല്ലേ നീ അറിഞ്ഞുള്ളൂ. കൈയുടെ ചൂടറിയണോ? വെറുതെ എനിക്ക് വട്ടം വെക്കാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്. ഇളം വെയിലേറ്റാൽ വാടിപ്പോകുന്ന പെണ്ണല്ല ഞാൻ. ഇറങ്ങിപ്പോടാ.